നൽകിയ അനുഗ്രഹമാണ്. നമ്മളെ എവിടെയൊക്കെ എടുക്കണം, നമ്മുടെ ശൈഖന്മാരെ ആ ഒരു ദുആയും അവിടെ തവജ്ജും അവരുടെ ആ ഒരു നോട്ടത്തില് അവര് അള്ളാഹിനോട് ദുആ ചെയ്ത് നമുക്ക് വാങ്ങിത്തരണല്ല, അത് നമ്മളതൊന്നല്ല. ഓല് ദുആയിരുന്നു നമുക്ക്, ഓല് തസറുഫ് ചെയ്തിട്ടും മറ്റേ ഇൽഖാ ചെയ്തിട്ടും ഒക്കെ നമുക്ക് തന്ന സാധനങ്ങളല്ലേ. എന്തിനാ പുതിയ നമ്മളതാക്കി മാറ്റണതൊക്കെ. അൽഹംദുലില്ലാഹ് ഓരോന്നിൻ്റെതാക്കി മാറ്റിയാൽ മതി. അള്ളാഹു താലാന്റെ നൂറാണത്. അത് അള്ളാഹു മുസ്തഫ നബിത്തങ്ങളിലൂടെ നൽകിയതാണത്. അത് നമ്മുടെ മശൈഖന്മാർ നമുക്ക് കൊണ്ടുവന്ന് തന്നു മാത്രം. അൽഹംദുലില്ലാഹ് അള്ളാന്റെ നൂറാണ് അത്. ദിക്റൊക്കെ ആ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരം തസ്ബീഹ് ചെയ്യൽ, അള്ളാഹുവിന്റെ തസ്ബീഹ് ഇതൊക്കെ ചെയ്യണേ. ആ തസ്ബീഹ് ഞാൻ പറയാം, സബ്യഹൂഹു എന്ന് പറഞ്ഞ നാവ് കൊണ്ട് മാത്രം തസ്ബീഹ് ചെയ്യലല്ല. സഹാബാക്കൾക്ക് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ ആ ഷാനെ തെൻസീഹിയായ പരിശുദ്ധാവസ്ഥയെ സംബന്ധിച്ചും അള്ളാഹു താലാന്റെ സ്വമദീയത്തിനെ സംബന്ധിച്ചും അഹദിയത്തിനെ സംബന്ധിച്ചും വഹദത്തിനെ സംബന്ധിച്ചൊക്കെ സഹാബാക്കൾക്ക് അള്ളാഹുവിന്റെ റസൂല് മഅരിഫത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ തസ്ബീഹ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം തന്നെയാണ്. അത് നമ്മളും കുറച്ചെങ്കിലും നമ്മൾ കരസ്ഥാക്കണം ശേഖന്മാരെത്തുന്നു. എന്നിട്ട് തസ്ബീഹ് ചെയ്യും, നല്ല മാറ്റം ഉണ്ടാവും, പാപങ്ങളൊക്കെ ദൂരത്താവും. അമ്മാർത്തും ലഭ്വം അതും ഹിമ്മത്തൊക്കെ പോയി മുത്തമൈനത്തിന്റെയും റാലിയത്തിന്റെയും മർലിയത്തിന്റെ അവസ്ഥയിലെത്തി കാമിലായ മഹാന്മാരുടെ തിരുനോട്ടത്തിലായിട്ട് അവരുടെ കാൽക്കയിലായിട്ട് നീങ്ങാൻ പറ്റും. ഖമാലിൽ നമ്മളും എത്തും അവരുടെ കൂടെ. അതബിന് വേണ്ടി പറഞ്ഞാണ് അവരുടെ തിരുനോട്ടത്തിലായി ആവാൻ പറ്റുന്നു. നമ്മൾ അത് പറയല് എന്നല്ല, അതബ് കേടാണ്. അപ്പൊ അതാ പറയുന്നത്. അതായത് ദുലുമാത്ത് എന്തൊക്കെയാണെന്ന് മഹാന്മാർ പറയുന്നത്. ഒന്ന് ജഹാലത്ത്, ലലാലത്ത്, കുഫ്ർ, ഷിർക്ക്, ബിദ്അത്ത്, നിഫാഖ്, ഇർത്തിദാദ്. പിന്നെ പാപങ്ങൾ, വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ, മനസ്സിലാവുന്ന എല്ലാം നാം ദുലുമാത്താണ്. സിന, ലവാത്വത്ത്, പിന്നെന്താണ് കള്ളുകുടി, മയക്കുമരുന്ന്, എല്ലാം ഇതിൽ നിന്നൊക്കെ അള്ളാഹു താല രക്ഷപ്പെടുത്തും. അതിനെന്ത് വേണം? നമ്മള് അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുകയും അവനെ സദാസമയം ദിക്റുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഫദ്ൽ ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾക്ക് ആഗ്രഹം വേണം, തേട്ടം വേണം, എല്ലാം വേണം. അതിനെ തൊട്ട് പറ്റുന്ന വിധത്തിലുള്ള ശറഅ് പറഞ്ഞ വിധത്തിൽ അതിന്റെ ആളുകളിൽ നിന്നും പാപങ്ങളിലേക്ക് നയിക്കുന്ന ആളുകളിൽ നിന്നും ആ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാം അത് മാറി നിൽക്കുകയും അത് അതിനോട് പരിശ്രമമൊക്കെ ചെയ്യുന്നതോട് കൂടി ആയിരിക്കണം ഇതുണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു തആലാന്റെ റഹ്മത്ത് നമ്മളിൽ വർഷിക്കും. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഉള്ളിൽ തൗബ ഉള്ളവർക്കല്ല എല്ലാം ഉള്ളൂ. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അല്ലാഹ് എന്തിനാണ് ഈ മലക്കുകൾ പൊറുക്കലിനെ തേടുന്നത്, അല്ലാഹ് റഹ്മത്ത് വർഷിക്കണത്? നിങ്ങൾ അള്ളാഹിനെ ഓർത്തത് കാരണത്താലും അല്ലാഹു തആലാന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ശുക്ർ ചെയ്തത് കാരണത്താലും അല്ലാഹു തആലാക്ക് നിങ്ങളോട് ഇഷ്ടായി. നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ലാഹു തആല ആഗ്രഹിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ലുലുമാത്തിൽ നിന്ന് നിങ്ങൾ അല്ലാഹു തആല പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ഇലൻ-നൂർ, നൂറിലേക്ക്. ഏതാണ് ആ നൂറ്? ആ നൂറാണിത്. അതായത് ഹിദായത്ത്, തൗഹീദ്, പിന്നെ മുഅ്മിനീങ്ങളുടെ മഖാമാത്തുകള്, മുഹ്സിനീങ്ങളുടെ മഖാമാത്തുകള്, ഖുർബ്, വസ്ല്, വിലായത്ത്. അല്ലെ, വിലായത്തിന്റെ പദവികളാണ് നേരത്തെ പറഞ്ഞതൊക്കെ. ഖുർബ്, വസ്ല്, ഇതൊക്കെ വിലായത്ത് കിട്ടിയ ആളുകൾക്ക് ഉണ്ടാവുന്ന അവസ്ഥകളാണ്. അതിന് ഇഷ്ടംപോലെ എണ്ണ ഉണ്ടാവും. അപ്പൊ ഏതായാലും ശരി, മിനൽ-ളുലുമാതി ഇലൻ-നൂർ എന്ന് പറഞ്ഞാൽ മിനൽ ജഹാദി ഇലൽ ഇൽം, പിന്നെന്താണ് മിനശ്ശിർക്കി ഇല തൗഹീദ്, മിനൽ കുഫ്രി ഇല തൗഹീദ്. കുഫറിൽ നിന്ന് തൗഹീദിലേക്ക് അവനെ നയിക്കും, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് അവനെ നയിക്കും, ബിദ്അത്തിൽ നിന്നും ഹിദായത്തിലേക്ക് അവനെ നയിക്കും. മറ്റുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അള്ളാഹു വെറുത്ത കാര്യങ്ങളിൽ നിന്നും അള്ളാഹു താല എന്ത് ചെയ്യും? അവനെ നൂറിലേക്ക് നയിക്കും, അവന്റെ ഹിദായത്തിലേക്ക് നയിക്കും, അവനെ റിദ്വാനിലേക്ക് നയിക്കും. പിന്നെ ഓരോരുത്തരുടെ പദവി അനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള മഖാമിലേക്ക് അള്ളാഹു താല അവനെ കൊണ്ടുപോകുന്ന അർത്ഥം. എന്നിട്ട് പറയാണ്. അപ്പൊ എന്ത് ചെയ്യാ? വല്ലാത്തൊരു എന്താ പറയാ, നമുക്ക് വളരെ സിമ്പിളായിട്ട് പോകാനുള്ള ഒരു മാർഗമാണിത്. വകാന ബിൽ മുഅ്മിനീന റഹീമാ, അവൻ വിശ്വാസികളോട് വളരെയധികം റഹീമാണ്, കാരുണ്യവാനാണ്. അതൊരു ബേജാറാവണ്ട. ഇതൊക്കെ എനിക്ക് പറ്റുമെന്ന് ബേജാറാവണ്ട. ഒന്ന് പിച്ച വെച്ച് ഒന്നൊന്ന് നടന്നു തുടങ്ങിയാൽ മതി ഈ വഴിയിൽ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? വളരെ റഹീമാണെന്ന് പറയും. വിശ്വാസികളോട് വളരെ റഹീമാണ്. ഇതൊക്കെ വിശ്വസിച്ച് അള്ളാഹു പറഞ്ഞു വാഗ്ദാനങ്ങളിലൊക്കെ വിശ്വസിച്ച് പരിശുദ്ധ ഈ ഖുർആൻ പറഞ്ഞത് വളരെ സത്യമാണല്ലോ എന്നുള്ള വിശ്വസിച്ച് സംശയിക്കാതെ കണ്ട് അവനാണ് നീങ്ങിണ്ടെങ്കിൽ അവൻ റഹീമാണ്. അവൻ നിങ്ങളെ എത്തിക്കേണ്ടി എത്തിക്കും. എന്നിട്ട് പറയാണ്, അള്ളാഹുന്റെ റഹ്മ പറഞ്ഞിട്ട് പറയാണ്, തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാം വഅഅദ്ദ ലഹും അജ്റൻ കരീമാ.
തഹയ്യത്തുഹും യൗമ യൽഖനഹു സലാം. നാളെ മഹ്ശറയിൽ, നാളെ അവനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവനക്കുള്ള അഭിവാദ്യം സലാമായിരിക്കും. എപ്പോഴും രക്ഷ, സലാം. ഒരു സമാധാനക്കേടും അവനക്ക് ഉണ്ടാവില്ല. അവിടെ ഖിയാമത്തിന് അവനക്ക് രക്ഷ ഉണ്ടാവും. അവന്റെ അഭിവാദ്യത്തിന് സലാം കൊണ്ടായിരിക്കും അവനക്ക് അഭിവാദ്യം ഉണ്ടാവുകയെന്ന്. എന്നിട്ട് പറയാണ് വഅദലഹും അജ്റൻ കരീമാ, അവൻ അല്ലാഹു തആല വളരെയധികം ഉന്നതമായിട്ടുള്ള സവാബിനെ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. കരീമായ മഹത്വമുള്ള പ്രതിഫലത്തെ അല്ലാഹു തആല ആദരണീയമായ പ്രതിഫലത്തെ അവന് ഒരുക്കി വെച്ചിട്ട് അത് ഖിയാമത്ത് നാൾക്കുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് കൊടുക്കുള്ളതാണ്, ഇവിടെ തന്നെ ഇവിടേക്കുള്ളതാണ്. ഖിയാമത്ത് നാളിൽ നല്ല പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. മഹ്ശറ വെച്ചിട്ട് തന്നെ നല്ല സലാമായിരിക്കും അവർക്ക് അഭിവാദ്യം ഉണ്ടാവുക. സലാം പറഞ്ഞുകൊണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള അഭിവാദ്യങ്ങളായിരിക്കും, അവർക്ക് രക്ഷയുള്ള അഭിവാദ്യങ്ങളായിരിക്കും മഹ്ശറയിൽ ഉണ്ടാവും. അതായത് മഹ്ശറ പേടിക്കേണ്ടി വരില്ല, ആകെ പ്രകാശത്തിലായിരിക്കും വരും. അൽഹംദുലില്ലാ. അടുത്ത ആയത്ത് എന്നിട്ടും പറയാം, മനസ്സിലാവുണ്ട. അപ്പോ അടുത്ത ആയത്തിലേക്ക് പോകണ്ട, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം, കൂടുതൽ വേണം. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു തആലയുടെ സലാമിനെ സംബന്ധിച്ചും അതോ കാനബിൽ മുഅ്മിനീന റഹീമ എന്ന് പറഞ്ഞില്ലേ, അതിനെ സംബന്ധിച്ചൊക്കെ മഹാന്മാർ തഫ്സീർ ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ, സഹിഹായ ഒരു ഹദീസാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും നടന്നു പോകുമ്പോൾ ഒരു ഉമ്മ ഉണ്ട്, ഒരു കുട്ടിയെ, അതിന്റെ ചെറിയ കുട്ടിയെ ഇങ്ങനെ തോളിൽ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അത് കണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, കണ്ടില്ലേ ആ ഉമ്മാക്ക്, ഞാൻ ആ ഹദീസിനെ വിശദീകരിക്കാൻ കേട്ടോ, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം കണ്ടില്ലേ, ആ കുട്ടിയെ ആ ഉമ്മ തീയിലിടോ? ആ ഉമ്മ ആ കുട്ടിയെ തീയിലിടോ? ഇല്ല. എങ്കിൽ അതിനേക്കാൾ സ്നേഹമാണ് ആ എന്താ പറയാ, അള്ളാഹ് റസൂൽ പറഞ്ഞു ഫവല്ലാഹി അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിബലദിഹാ. ഫവല്ലാഹി ലില്ലാഹി, ഫവല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം കൊണ്ട് അള്ളാഹു താല പറയാണ്, അല്ല അള്ളാന്റെ റസൂൽ പറയാണ് എന്ത്, അള്ളാഹു അർഹമു ബിഇബാദിഹി, അള്ളാഹു താല അവന്റെ അടിമകളോട് വളരെയധികം റഹ്മു ചെയ്യുന്നത്. എങ്ങനെ വളരെയധികം? മിൻ ഹാദിഹി, ഇതിനേക്കാൾ വളരെയധികം കാരുണ്യവാനാണ് അള്ളാഹു താല. ഈ ബിവലദിഹ, ഈ എന്താ പറയാ, ഈ സ്ത്രീക്ക്, അതായത് ഈ സ്ത്രീക്ക് ഈ കുട്ടിയോടുള്ള റഹ്മുണ്ടല്ലോ, കാരുണ്യം, അതിനേക്കാൾ കാരുണ്യമാണ് അള്ളാഹ്ക്ക് എന്ത് ചെയ്യുക, അള്ളാഹിന്റെ അടിമകളോടുള്ളത്. പിന്നെ അള്ളാഹ് നരകത്തിലിടോന്നാ ചോദിക്കണത്. വേറെ റിവായത്തിലുള്ളത് അള്ളാഹുന്റെ റസൂലും സഹാബാക്കളും നടന്നു പോകുമ്പോൾ ഒരു ഉമ്മ ഒരു കുട്ടിന്റെ പിന്നാലെ ഓടാണ്, തീയിന്റെ ഭാഗത്ത് കുട്ടി ഇങ്ങനെ ഓടാണ്. അപ്പൊ ഉമ്മ പിന്നാലെ ഓടി തീയിലേക്ക് പോവാതെ കുട്ടിനെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുബ്ബ് വാജാലാവുന്നു റസൂലുള്ളാഹിന്റെ. അള്ളാഹുന്റെ റസൂൽ പറയാണ്, ഹദീസിൽ പറയണത് ഇതാണ്, അള്ളാഹുന്റെ റസൂൽ പറയാണ്, ആ ഉമ്മ ആ തീയിലേക്ക് പോകുന്നതിന് തൊട്ട് എത്ര കണ്ട് ആ കുട്ടിയെ മാറ്റുന്നു, അതിനേക്കാൾ റഹ്മാൻ അള്ളാഹു തആല. പിന്നെ എങ്ങനെയാണ് അവന്റെ വിശ്വാസികളായ അവനനുസരിച്ച് ജീവിക്കുന്ന അടിമകളെ നരകത്തിലേക്ക് എങ്ങനെയാണ് ഇട്ട അള്ളാഹു തആല, എങ്ങനെ അള്ളാഹു തആലയുടെ. അപ്പൊ അതുകൊണ്ട് സംഭവം പറഞ്ഞ എനിക്ക് വല്ലാത്ത എന്താ പറയാ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോൾ. വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി. കാരണം അള്ളാഹ്ക്ക് ഇത്ര അധികം റഹ്മുണ്ടാവും. നമ്മളൊക്കെ എങ്ങനെ നരകത്തിൽ പോകാനാ? അള്ളാഹു താല അല്ലെ നമ്മളെ കണ്ട ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അള്ളാഹു താല നമ്മുടെ പാപങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പുറത്തു വരുന്ന അറിയണം. പൊറുക്ക മലക്കളെ വെച്ചിരിക്കുന്ന പറയുന്നു. പിന്നെ പൊറുക്കലെ തേടാൻ വരെ അള്ളാഹു താല മലക്കൾ വെച്ചു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹിനെ പോലെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പൊറുക്കലെ തേടാൻ ആളെ വെച്ചിരിക്കണ ഡ്യൂട്ടിക്കാരെ, എന്നിട്ട് ഞാൻ പുറത്തു കൊടുക്കൂ. റസൂലുള്ള പറയാണ് അങ്ങനത്തെ ആൾക്കാരെ നരകത്തിൽ വിടൂല. അപ്പൊ അങ്ങനെ ആവണം. അള്ളാഹ് തൗഫീഖ് നൽകി. ഞാൻ കൂടുതൽ സംസാരിക്കണില്ല.